Today we are moving to the fourth module, that is economic development, public finance and international trade. ഇത് കുറച്ചുകൂടെ ഇക്കണോമിക് തിയറി റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ ഫിഫ്ത്ത് മോഡ്യൂളില് തിയററ്റിക്കൽ ബേസ് ആയിരുന്നില്ല പറഞ്ഞത്. നമ്മുടെ നമ്മുടെ ഇപ്പൊ ഉള്ള ഒരു സിനാരിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനാരിയോ, കേരള സിനാരിയോ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ തിയററ്റിക്കൽ ആസ്പെക്ട് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡ്യൂളിൽ വരിക. അതിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, പബ്ലിക് ഫൈനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കോൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, മീനിങ് ഓഫ് ഡെവലപ്മെന്റ്, ഇൻഡിക്കേറ്റേഴ്സ്, HDI, ഇനീക്വാലിറ്റീസ്. ഇതാണ് നമ്മൾ ഇന്ന് എടുക്കുക. ഈ കോൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നതിൽ വരുന്നതാണ് മീനിങ് ഓഫ് ഡെവലപ്മെന്റും ഇൻഡിക്കേറ്റേഴ്സും. ആ ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് HDI മാത്രം മതിയെന്ന്. നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്, അതുപോലെ തന്നെ ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടംമാതിരി ഇൻഡെക്സുകൾ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഡെവലപ്മെന്റിന് അവൈലബിൾ ആണ്. അതുപോലെ GDP ഒരു ഇൻഡിക്കേറ്റർ ആണ്. അങ്ങനെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ധാരാളം ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സ്പെസിഫിക് ആയിട്ട് HDI മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദീസ് എക്സാം നമുക്ക് HDI മാത്രം കവർ ചെയ്താൽ മതി. ആൻഡ് ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അതിനകത്ത് വരുന്നതാണ് ലോറൻസ് കർവ്, ജിനി കോഎഫിഷ്യന്റ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇക്കണോമിക് ഡെവലപ്മെന്റ്. വാട്ട് ഈസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്? എന്താണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക? എപ്പോഴും ഗ്രോത്തും ഡെവലപ്മെന്റും നമ്മൾ എപ്പോഴും ഒരേപോലെ ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇൻകം കൂടുന്നതാണ്. അതായത് നമ്മുടെ GDP കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അവർ ഇക്കോണമി ഈസ് ഗ്രോയിങ് എന്ന് നമുക്ക് പറയാം. ആൻസർ പറഞ്ഞിട്ടൊന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ. അപ്പോ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഒരു ഇക്കോണമിയുടെ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ ഇക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ട് എന്ന് പറയാം. ആ ഇക്കോണമി ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ഗ്രോത്ത് ഉണ്ട് എന്ന് വെച്ചിട്ട് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നില്ല. ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രോത്തിനൊപ്പം, അതായത് ഇൻകം കൂടുന്നതിനൊപ്പം തന്നെ അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കൂടണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവണം. അപ്പോൾ കുറച്ചുകൂടെ വൈഡർ ആസ്പെക്ട് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുക. ഇപ്പൊ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇൻകം കൂടുന്നത് മാത്രമാണ്. പക്ഷെ അപ്പൊ ഇത് ഇക്കോണമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇക്കോണമി എന്താണ് എയിം ചെയ്യേണ്ടത്? ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് റാദർ ദാൻ ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മാത്രമാണ്. അത് എത്രത്തോളം ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഡെവലപ്മെന്റ് വഴി നമ്മൾ പറയുക. ഇപ്പൊ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സസ്റ്റെയിൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ മെറ്റീരിയൽ വെൽബീയിങ് ഓഫ് സൊസൈറ്റി. ഇറ്റ് ഈസ് എ വൈഡർ കോൺസെപ്റ്റ് ദാൻ ഇക്കണോമിക് ഗ്രോത്ത്. ഇപ്പൊ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇൻകം കൂടും, അതായത് GDP, പെർ ക്യാപിറ്റ ഇൻകം, ഇതിലൊക്കെ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുക. നാഷണൽ ഇൻകത്തിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്, ഇതൊക്കെ ഇക്കണോമിക് ഗ്രോത്ത് ആണ്. അപ്പൊ അതിലുപരി സസ്റ്റെയിൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ മെറ്റീരിയൽ വെൽബീയിങ് ഓഫ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ വെൽബീയിങ് കൂടുന്നുണ്ടോ? ആ കൂടുന്നുണ്ട് എങ്കിൽ അതെന്താണ്? ഡെവലപ്മെന്റ് ആണ്. അപ്പാർട്ട് ഫ്രം ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം ഇറ്റ് ഇൻക്ലൂഡ്സ് changes in social, cultural, political as well as economic which contribute to material progress. നമ്മൾ ഗ്രോത്തിൽ എന്ത് മാത്രമേ പറയുന്നുള്ളൂ? ഇക്കണോമിക് ആസ്പെക്ട് മാത്രമാണ്. അതായത് ഇൻകം കൂടുക എന്നൊരു ആസ്പെക്ട് മാത്രമാണ് നമ്മൾ അവിടെ പറയുക. പക്ഷെ നാഷണൽ ഇൻകത്തിൽ നമ്മൾ എന്താണ് പറയുക? സോഷ്യൽ ആസ്പെക്ടുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കൾച്ചറൽ ആസ്പെക്ടുകൾ പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ആസ്പെക്ടുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം ഒരു
പൊളിറ്റിക്കൽ അൺസർട്ടൈനിറ്റീസ് ഉള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉള്ള ഒരു ഇക്കോണമി ഒരിക്കലും ഒരു ഡെവലപ്ഡ് ഇക്കോണമി അല്ല. ഇതൊന്നും ഇല്ലാത്ത യുദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു നല്ല ഡെവലപ്ഡ് ഇക്കോണമി അല്ല. ഒരു ഡെവലപ്ഡ് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ ആസ്പെക്ടുകളിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവണം. It contains changes in resource supplies, rate of capital formation, size and composition of population, technology, skills and efficiency in institutional and organizational setup. ഒരു ഇൻക്ലൂസീവ് ആയിട്ട് എല്ലാ ഏരിയകളിലും ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ്, ദാറ്റ് ഇസ് നോൺ ആസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഇത് കുറച്ചുകൂടെ വൈഡർ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഏതൊരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഗ്രോ ചെയ്യുക എന്നതിലുപരി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ ഇക്കോണമിയെ ഒരു പോസിറ്റീവ് ആക്കുന്നത്. അല്ലെങ്കിൽ ആ ഇക്കോണമിയുടെ ട്രൂ ആയിട്ടുള്ള ഒരു നേച്ചർ അറിയണമെങ്കിൽ ആ ഇക്കോണമി ഡെവലപ്ഡ് ആയിരിക്കണം. Then determinants of economic development. What are the things which influence this economic development? അല്ലെങ്കിൽ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഈ ഡിറ്റർമിനൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്നും നോൺ ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്നും. അപ്പോ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്കണോമിക് ഡിറ്റർമിനൻസിനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്നും നോൺ ഇക്കണോമിക്സ്, സാമ്പത്തികമായിട്ട് റിലേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ നോൺ ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുക. ഇക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ മീൻസ് ഇൻവെസ്റ്റ്മെന്റുകളാണ്. ഇക്കോണമിയിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. നാച്ചുറൽ റിസോഴ്സ് ഉണ്ടോ? നാച്ചുറൽ റിസോഴ്സ് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു നേഷൻ ആണെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. അവർക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് മോർ ഇൻകം ആൻഡ് ദാറ്റ് ഇൻകം ക്യാൻ ബി യൂട്ടിലൈസ് ടു ഇൻക്രീസ് ഇൻഫ്രാസ്ട്രക്ചർ സോ ദാറ്റ് ഇക്കോണമി വിൽ ബിക്കം എ ഡെവലപ്ഡ് വൺ. ദെൻ മാർക്കറ്റബിൾ സർപ്ലസ് ഓഫ് അഗ്രികൾച്ചർ. മാർക്കറ്റബിൾ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ പലപ്പോഴും സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടാണ്, സ്വന്തമായിട്ട് ഉപയോഗിക്കാനാണ്. അതിൽ നിന്ന് ബാക്കി ഉണ്ടെങ്കിലാണ് നമ്മൾ അതിന്റെ സർപ്ലസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിലേക്ക് എത്തിക്കുക. മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ സർപ്ലസ് ആണ്. അപ്പൊ അത് എത്രത്തോളം ഉണ്ട്, ആ സർപ്ലസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇൻകം കിട്ടുള്ളൂ. അപ്പോൾ എത്രത്തോളം അഗ്രികൾച്ചറൽ സർപ്ലസ് ഉണ്ടാവുന്നു അത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് കണ്ടീഷൻസ് ഇൻ ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് അനുകൂലമാണോ? ടാരിഫുകൾ ഇപ്പൊ നമ്മൾ കാണാം, US ഒരു ട്രേഡ് വാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടാരിഫുകൾ കൂട്ടുന്നു, മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒരു ഫോറിൻ ട്രേഡിന് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അത് അവരുടെ ഇക്കോണമിക്ക് ആണെങ്കിലും ഇപ്പൊ അവരുടെ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്, ഇൻഫ്ലേഷൻ ഹിസ്റ്റോറിക്കൽ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ദ ഹോൾ വേൾഡ്. ഇപ്പൊ ഗോൾഡ് പ്രൈസ് എന്തുകൊണ്ടാണ് കൂടുന്നത്? അത് അവിടുത്തെ ആ ഒരു ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഗോൾഡ് പ്രൈസിന്റെ ഈ ഒരു ചേഞ്ചിന് ഒരു വലിയൊരു കാരണമാണ്. അപ്പൊ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റുകളിൽ വരുന്ന മാറ്റമൊക്കെയാണ് ഗോൾഡില് ഇത്രത്തോളം ഗോൾഡിന്റെ ഇൻഫ്ലേഷൻ, ഗോൾഡില് ഒരു പീക്ക് ആയിട്ടുള്ള ഒരു പ്രൈസ് ഇൻക്രീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇക്കോണമിയിൽ ഉണ്ടാവുന്ന ഇറ്റ് ഈസ് എഫക്ടിങ് ദ ഹോൾ വേൾഡ് ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്. ഫോറിൻ ട്രേഡ് ഉള്ള ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ജീവിക്കുമ്പോൾ ഒരു ഇക്കോണമിയിൽ വരുന്നത് ഹോൾ വേൾഡിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഫോറിൻ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഫോറിൻ ട്രേഡ് ഫേവറബിൾ ആണെങ്കിൽ ആ ഇക്കോണമിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും, അൺഫേവറബിൾ ആണെങ്കിലോ ഇക്കണോമിക് ഡെവലപ്മെന്റ് കുറവായിരിക്കും. ഇക്കണോമിക് സിസ്റ്റം, നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ഇക്കോണമിക് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്? സോഷ്യലിസ്റ്റ് സിസ്റ്റം ആണോ, അല്ലെങ്കിൽ മിക്സ്ഡ് ഇക്കോണമി സിസ്റ്റം ആണോ, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി സിസ്റ്റം ആണോ? ഇതിൽ ഏതാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് ദാറ്റ് വിൽ ഓൾസോ ഇൻഫ്ലുവൻസ് ദി ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഈ സോഷ്യലിസ്റ്റ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്ന സ്റ്റേറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻവെസ്റ്റ്മെന്റുകൾ കുറവായിരിക്കും, അവിടെ സ്റ്റേറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മുന്നോട്ട് വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത് കുറവായിരിക്കും. നേരെ മറിച്ചൊരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയൊക്കെ ആണെങ്കിൽ അവരാണ് തീരുമാനിക്കുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. സോ ഇൻവെസ്റ്റേഴ്സ് വിൽ ബി വെരി ഹാപ്പി ടു കം ടു ദ ഇക്കോണമി ആൻഡ് മേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ്. അവർക്ക് അവിടെ എല്ലാത്തിനും ഉള്ള ഒരു റൈറ്റ് ഉണ്ട്. ഇനി മിക്സ്ഡ് ഇക്കോണമി എടുത്തു കഴിഞ്ഞാലോ ഗവൺമെന്റും പ്രൈവറ്റും ഒരേപോലെ, ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ഇസ് ദയർ ബട്ട് പ്രൈവറ്റ് സെക്ടർ ഹാസ് ഇറ്റ്സ്
ഓൺ ഓട്ടോണമി. അപ്പോൾ അങ്ങനെയുള്ളിടത്തും ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇക്കണോമിക് സിസ്റ്റം എന്താണ് എന്നുള്ളതും ഇക്കണോമിക് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ദീസ് ആർ കൺസിഡേർഡ് ആസ് ദ ഇക്കണോമിക് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി ഇക്കണോമിക് ഡെവലപ്മെന്റ്. മനസ്സിലായോ? നോൺ ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഇക്കണോമിക് അല്ലാത്ത ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികൾ, ഹ്യൂമൻ ബീയിങ്സ്, അവരുടെ സ്കിൽസ്, കപ്പാസിറ്റീസ്, എക്സ്പെർട്ടൈസ്, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുക. നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് പോലെ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസോഴ്സുകൾ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുക. ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് ഏറ്റവും ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതും ഈ ഹ്യൂമൻ റിസോഴ്സ് ആണ്. ആൻഡ് ദിസ് ഹ്യൂമൻ റിസോഴ്സ് ക്യാൻ ഓൾസോ ബി യൂട്ടിലൈസ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഇപ്പൊ ചൈനയിലൊക്കെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. അവർ അത്രയും നാച്ചുറൽ റിസോഴ്സ് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു നേഷൻ ഒന്നും ആയിരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് അവർ ഇത്രയും ഇക്കണോമിക്കലി ഡെവലപ്ഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ദേ ഹാവ് എ വെരി സ്കിൽഡ് എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉള്ള നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് അവർക്കുണ്ട്. ആൻഡ് ദേ യൂട്ടിലൈസ് ദാറ്റ് ഹ്യൂമൻ റിസോഴ്സ്. എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടോ അത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. സോ ദാറ്റ് റിസോഴ്സ് ഷുഡ് ബി എഫിഷ്യന്റ്, സ്കിൽഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, സ്കിൽഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ടു ഇക്കണോമിക് ഡെവലപ്മെന്റ്. ദെൻ ടെക്നിക്കൽ നോ ഹൗ ആൻഡ് ജനറൽ എഡ്യൂക്കേഷൻ. എത്രത്തോളം അവർക്ക് ടെക്നോളജികളെ പറ്റിയിട്ട് അറിയാം. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് വരുന്നത് ഇപ്പൊ AI ഒക്കെ കാലാണ്. അപ്പോ ആളുകൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, ആ ടെക്നോളജിയെ പറ്റി അറിഞ്ഞിരിക്കണം. ഡേറ്റ അനലിസ്റ്റുകളുടെ കാലമാണ്. അപ്പൊ ആ ഡേറ്റയെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് അത് അനലൈസ് ചെയ്യാൻ പറ്റണം. AI ടൂൾസ് യൂസ് ചെയ്യാൻ അറിയണം. അങ്ങനെ ടെക്നിക്കൽ നോ ഹൗ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ ഒരു ആളുകൾക്ക് ഹ്യൂമൻ റിസോഴ്സിനായാലും ഇക്കോണമിക്ക് ആയാലും ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് ജനറൽ എഡ്യൂക്കേഷൻ ലെവൽ എങ്ങനെയുണ്ട് എന്നുള്ളതും ഇക്കണോമിക് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ട് എങ്കിൽ they can be used in various sectors of the economy so that the productivity will increase and the output will also increase. Political freedom. നമുക്ക് എത്രത്തോളം പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ട്? നമ്മൾ സപ്രസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസോ ഭരിക്കുന്ന ഭരണകൂടമോ ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്ത് ആളുകൾക്ക് ജീവിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഡീമോട്ടിവേഷൻ ആണ് അവിടെ കിട്ടുക. ഇപ്പൊ മോട്ടിവേഷൻ, നമ്മൾ ഡീമോട്ടിവേറ്റ് ആവും. നമുക്ക് എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരും. സോ ദാറ്റ് വി വിൽ ട്രൈ ടു മൂവ് ടു സം അതർ കൺട്രീസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. നമുക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ടാവണം. അതുപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻസ്, എത്രത്തോളം സോഷ്യൽ ഓർഗനൈസേഷൻസ് ഇക്കോണമിയിലുണ്ട്. ഇതൊക്കെ നോൺ ഇക്കണോമിക് ആണ്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മുടെ സോഷ്യൽ വെൽബീയിങ്, കൾച്ചറൽ വെൽബീയിങ്ങിനെയൊക്കെ ഇഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കറപ്ഷൻ, ഹൈലി കറപ്റ്റഡ് ഇക്കോണമികളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ, ഇപ്പോ ഒരു സ്ഥാപനം നമുക്ക് തുടങ്ങണമെങ്കിൽ ഒരു 10-50 ആളുകൾക്ക് നമ്മൾ കൈക്കൂലി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ അവിടെ ആ സ്ഥാപനം തുടങ്ങില്ല. അങ്ങനെ തുടങ്ങാതിരുന്നാൽ ആർക്കാണ് നഷ്ടം? അൾട്ടിമേറ്റ്ലി അത് നഷ്ടം ഇക്കോണമിക്കാണ്. കാരണം ഒരാളത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു 10-50 പേർക്ക് ജോലി കിട്ടും. അയാൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ എക്സ്പോർട്ട് ഇൻകം ഉണ്ട്. ഇതെല്ലാം നമ്മൾ അവിടെ നഷ്ടപ്പെടുത്തുകയാണ്. ഡ്യൂ ടു ദ കറപ്ഷൻ ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് സ്റ്റാർട്ടിങ് ആൻ ഓർഗനൈസേഷൻ ഹിയർ, അല്ലെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങണില്ല. ആൻഡ് ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ഇഫക്ട് ദ ഇക്കോണമി. അപ്പോ കറപ്ഷൻ കുറവാണെങ്കിൽ ആ ഇക്കോണമിയിലെ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. ആൻഡ് ഡിസയർ ടു ഡെവലപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം വേണം. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ ഒരു എക്സാം എഴുതാൻ പോവാണ്, നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ട്, നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഡിസയർ ടു വിൻ, ടു ക്ലിയർ ദാറ്റ് എക്സാം, ഡിസയർ ടു ഗെറ്റ് ഹയർ റാങ്ക്സ് ഇൻ ദ എക്സാം. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ നോട്ട്സും എല്ലാം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഇത് പരീക്ഷ എഴുതണമെന്നോ ഇത് ജയിക്കണമെന്നോ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല.
ഇവിടെ നിങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റും ഉണ്ടാവില്ല. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേണ്ടത് ഡിസയർ ആണ്. ഏതൊരു ആവശ്യത്തിനും നമുക്ക് വേണ്ടത് ആഗ്രഹമാണ്, ഡിസയർ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതുപോലെ തന്നെ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഇക്കോണമിക്ക് ഡെവലപ്പ് ചെയ്യണം എന്നൊരു ഡിസയർ ഉണ്ടാവണം. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു ഡിസയർ നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദീസ് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരൊറ്റ ആസ്പെക്റ്റേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് ഇൻകം. പക്ഷെ ഡെവലപ്മെന്റ് വരുമ്പോൾ അവിടെ ഇൻകം മാത്രമല്ല. ഇൻകം എന്ന് പറയുമ്പോൾ പ്യുവർലി ഇക്കണോമിക് ഫാക്ടർ ആണ്. ഡെവലപ്മെന്റിൽ അങ്ങനെയല്ല, ഇക്കണോമിക്കും നോൺ ഇക്കണോമിക്കും ആയിട്ടുള്ള ഒരുപാടധികം ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത്, ആ ഇക്കോണമിയുടെ ഡെവലപ്മെന്റിനെ തീരുമാനിക്കുക. അല്ലാതെ ഒരു ഇക്കോണമിക്ക് ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻകം കൂടുന്നു എന്ന് വെച്ചിട്ട് ദാറ്റ് ഇക്കോണമി കൻ നോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഡെവലപ്ഡ് നേഷൻ. A developed nation will be the one which have all these ഡെവലപ്മെന്റ്സ്. എല്ലാ സെക്ടേഴ്സിലും ഡെവലപ്മെന്റ് ഉള്ള ഒരു ഇക്കോണമിനെ മാത്രമേ നമുക്ക് ഡെവലപ്ഡ് ഇക്കോണമി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണോ? മെഷേഴ്സ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് മെഷേഴ്സ് ഉണ്ട് ആക്ച്വലി. ഇക്കണോമിക് ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ മെഷറാണ് നമുക്ക് ഈ GDP എന്ന് പറയുന്നത്. അതുപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംമാതിരി ടൂളുകൾ നമുക്കിപ്പോ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്തുള്ളതാണ് ഇപ്പൊ GDP നമുക്ക് ഡെവലപ്മെന്റിന്റെ ഒരു മെഷർ തന്നെയാണ്. അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം ഒരു മെഷറാണ്, ആളൂഹരി വരുമാനം. അതുപോലെ HDI, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, then multi-dimensional poverty index, gender development index, gender inequality index, inclusive development index, അങ്ങനെ ഒരുപാട് ഇൻഡെക്സുകൾ നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരൊറ്റ ഇത് മാത്രമാണ് നമുക്ക് ഇവിടെ എടുക്കുന്നത്, ദാറ്റ് ഇസ് HDI. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. HDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രൈറ്റീരിയ ഫോർ അസസിംഗ് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി, നോട്ട് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റർ അല്ല. ഇറ്റ് ഈസ് എ വൺ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ അസസിംഗ് ദി ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞിരുന്നു. നമ്മുടെ കേരള HDI എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലൻ ടു ദ ഡെവലപ്ഡ് നേഷൻസ്. അതാണ് നമ്മുടെ ഈ ഡെവലപ്മെന്റ് കേരള മോഡലിൽ ഇത്രയധികം ലോക ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഒരു കാരണവും അതാണ്. നമ്മുടെ ഇന്ത്യയുടെ HDI വെച്ച് നോക്കുമ്പോൾ നമ്മുടെ HDI എന്ന് പറയുന്നത് ഭയങ്കര മാലയാണ്. നമ്മൾ ഈക്വലൻ ടു സം യൂറോപ്യൻ നേഷൻസ് ആണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന് അത്രയധികം പ്രസക്തി വരുന്നതും. ഇപ്പൊ HDI എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് മെഷർ ചെയ്യാനുള്ള ഒരു മെഷർമെന്റ് ആണ്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് 3 dimensions of human development. നമ്മൾ 3 dimensions ആണ് ഇവിടെ എടുക്കുന്നത്. They are long and healthy life, being knowledgeable and have a standard of living. 3 കാര്യങ്ങളാണ് നമ്മൾ എടുക്കുക. നമ്മുടെ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളേജ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ 3 ഡയമെൻഷൻസിൽ നിന്നാണ് നമ്മൾ HDI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ HDI കാൽക്കുലേറ്റ് ചെയ്യുന്നത് UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ലോഞ്ച്ഡ് ഇൻ 1990 നമ്മൾ ആദ്യത്തെ HDI റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 23-24 ആണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ലോഞ്ച് ചെയ്തത് മഹബൂബുൽ ഹക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാകിസ്ഥാനി ഇക്കോണമിസ്റ്റ് ആണ്. കോമ്പോണൻസ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 3 കോമ്പോണൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫസ്റ്റ് ഇസ് ഹെൽത്ത്, സെക്കൻഡ് വൺ ഇസ് നോളേജ് ആൻഡ് ദ തേർഡ് ഇസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇത് ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഹെൽത്ത്.
ഹെൽത്തിനകത്ത് നമ്മൾ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് അതാണ് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുക. എത്രത്തോളം നമ്മുടെ ആയുസ് ഉണ്ട്, അത് ഹെൽത്തി ആയിട്ട് എത്രത്തോളം ആണ്, അതാണ് നമ്മൾ നോക്കുക. ദറ്റ് ഈസ് ലൈഫ് എക്സ്പെക്ടൻസി ആണ് നമ്മൾ ഇവിടെ എടുക്കുക. സോ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് നമ്മൾ ഇവിടെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? ലൈഫ് എക്സ്പെക്ടൻസി ആണ് നമ്മൾ എടുക്കുക. ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് മെഷേഴ്സ് ദി റിലേറ്റീവ് അച്ചീവ്മെന്റ് ഓഫ് എ കൺട്രി ഇൻ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ എത്ര വർഷം ജീവിക്കും, ശരാശരി ഒരു മനുഷ്യൻ എത്ര വർഷം ജീവിക്കും, അതാണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. എക്സ്പെക്ടഡ് ഇയേഴ്സ് ദാറ്റ് എ പേഴ്സൺ വിൽ live. It is defined as a number of years a newborn infant could expect to live if prevailing patterns of each specific mortality rates at the time of birth were to stay the same throughout the child life. ഇപ്പൊ 2023 ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി എത്ര വർഷം ജീവിക്കും? ഇപ്പൊ നിലവിലുള്ള ഒരു സ്ഥിതി വെച്ചിട്ട് ആൻഡ് വി അസ്യൂം ദാറ്റ് വിൽ കണ്ടിന്യൂ. ഇപ്പൊ എന്തൊക്കെയാണോ നിലവിലുള്ള സ്ഥിതി അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് അസ്യൂം ചെയ്തിട്ട് ആ കുട്ടി എത്ര വർഷം ജീവിക്കും, അതിനെയാണ് നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് എ മിനിമം വാല്യൂ ഓഫ് 20 years ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് 85 years. നമ്മൾ ആ ഒരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് ആണ് നമ്മൾ ഇവിടെ എടുക്കുക. ഹെൽത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ട് വി ടേക്ക് ഇസ് ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ്. ആ ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സിൽ ഒരു മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 20 years മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 80 years ആണ്. ഈക്വേഷൻ ഇവിടെ വിട്ടുപോയി എന്ന് തോന്നുന്നു. ഇതാണ് ഇതിന്റെ ഈക്വേഷൻ. ഇത് ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് ആണ് നമ്മൾ എടുക്കുക. ഇതിനകത്ത് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എത്രയാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി? -20 ഡിവൈഡഡ് ബൈ 85 -20. ഈ -20 എന്ന് പറയുന്നത് മിനിമം ഇയേഴ്സും 85 എന്ന് പറയുന്നത് മാക്സിമം ഇയേഴ്സും ആണ്. ഇതിനകത്ത് നമ്മൾ എന്തെടുക്കും? ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് എടുക്കും. അപ്പൊ ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് വി ആർ യൂസിങ് ഇസ് ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ്. അപ്പൊ 3 കോമ്പോണൻസ് ആണ് HDIക്ക് ഉള്ളത്: ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതില് ഹെൽത്ത് എന്ന് പറഞ്ഞ ആസ്പെക്ടില് വാട്ട് വി ടേക്ക് ഇസ് ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ്. ആ ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് -20 ഡിവൈഡഡ് ബൈ 85 -20, and 20 is the minimum value and 85 is the maximum value. Clear ആണോ? Yes. ഇനി നോളേജ്. നോളേജ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. ഈ ഒരു കോമ്പോണന്റിൽ നമുക്ക് 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഈ ഹെൽത്ത് എന്ന് പറഞ്ഞതിനകത്ത് ഒരൊറ്റ ഇൻഡിക്കേറ്റർ ആണ് ഉണ്ടായിരുന്നത്, ദാറ്റ് ഇസ് ലൈഫ് എക്സ്പെക്ടൻസി മാത്രമാണ്. ഇവിടെ നോളേജ് എന്നുള്ള, അതായത് എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ 2 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ദാറ്റ് ഇസ് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഫോർ അഡൾട്ട്സ് aged 25 years and older, and the expected years of schooling for children of school entry age. ഇവിടെ മീൻ ഇയേഴ്സ് സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് അല്ലെങ്കിൽ അതിന് മേലെ പോകുന്ന ഒരാള് എത്ര വർഷം സ്കൂളിൽ പോയിട്ടുണ്ട്, മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, സ്കൂളിൽ എത്ര വർഷം പോയിട്ടുണ്ട് എന്നുള്ളതാണ് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുക. എക്സ്പെക്ടഡ് എന്ന് പറയുന്നത് ഒരു കുട്ടീനെ 1ാം ക്ലാസ്സിൽ ഇപ്പൊ ആണെങ്കിൽ 6 വയസ്സ് അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിൽ 5 വയസ്സിൽ ചേർക്കുമ്പോൾ ആ കുട്ടി എത്ര വർഷം ആ സ്കൂൾ പോകാൻ സാധ്യതയുണ്ട്, എക്സ്പെക്ടഡ് ഇയേഴ്സ്, അതിനെയാണ് നമ്മൾ എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 factors, that is enrollment by age at all levels of education and number of children of school age in the population for each level of education. അതായത് എൻറോൾമെന്റ് ബൈ ഏജ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഓരോ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും എത്ര വയസ്സിലാണ് എൻറോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കുട്ടീനെ 1ാം ക്ലാസ്സിലേക്ക് വളരെ ലേറ്റ് ആയിട്ട് ആക്കുകയാണെങ്കിൽ ആ കുട്ടി ആ സ്കൂളിങ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആ കുട്ടി ഒരു 5ാം ക്ലാസ് ഒരു 10 വയസ്സിൽ കൊണ്ടുവന്ന് 1ാം ക്ലാസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ ഒരു 5ാം ക്ലാസ് വരേക്കേ പോവുള്ളൂ, പിന്നെ ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവിടെ അയാളുടെ എക്സ്പെക്ടഡ് ഇയേഴ്സ് കുറവാണ്. പക്ഷെ സാധാരണ ഒരു 5 വയസ്സിലൊക്കെ ആക്കുന്ന കുട്ടിയാണെങ്കിൽ മിനിമം ഒരു 10 വർഷം സ്കൂൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആൻഡ്
ചിൽഡ്രൻ ഓഫ് സ്കൂൾ ഏജ് ഇൻ ദ പോപ്പുലേഷൻ ഫോർ ഈച്ച് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. പോപ്പുലേഷനിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം എത്രത്തോളം ഉണ്ട്, അതും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. എഡ്യൂക്കേഷൻ എന്ന കോമ്പോണന്റിൽ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഒന്ന് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും രണ്ടാമത്തേത് എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ട് വി ഗെറ്റ് ഇസ് ദി എഡ്യൂക്കേഷൻ ഇൻഡെക്സ്. അപ്പോ നോളേജ് എന്നതിൽ നമ്മൾ ഇത് രണ്ടും എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ലഭിക്കും. എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. ഇപ്പോ നമ്മുടെ ഇക്കോണമിയിലെയാണ്, നമ്മുടെ ഇപ്പോഴത്തെ ഡേറ്റയാണ് ഇത് പറയുന്നത്. മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് -0 ഡിവൈഡഡ് ബൈ 15 -0. ഇപ്പൊ നമ്മൾ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗില് എത്രത്തോളം സ്കൂളിൽ എത്ര വർഷം, അപ്പൊ അതിൽ മിനിമം വാല്യൂ 0 എന്നും മാക്സിമം വാല്യൂ 15 എന്നുമാണ് നമ്മൾ കൊടുക്കുക. ആൻഡ് എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, എത്ര വർഷം സ്കൂളിൽ പോകാനുള്ള എക്സ്പെക്ടേഷൻ, ദാറ്റ് മാക്സിമം വാല്യൂ ഇസ് 18 ആൻഡ് മിനിമം വാല്യൂ ഇസ് 0. ആൻഡ് വെൻ വി calculate these two, we will get the average of these two, we will get the education index. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഡ്യൂക്കേഷൻ ഇൻഡെക്സ് കിട്ടും. അപ്പോ ആദ്യം നമ്മൾ ഹെൽത്ത് ഇൻഡെക്സ് ആണ് പറഞ്ഞത്. ഹെൽത്തിനകത്ത് നമ്മൾ എന്താണ് എടുത്തത്? ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് ആണ് എടുത്തത്. ലൈഫ് എക്സ്പെക്ടൻസി ആണ് മെഷർ ചെയ്തത്. രണ്ടാമത്തേത് നോളേജ് ആയിരുന്നു. അവിടെ നമ്മൾ എടുക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ആണ്. എഡ്യൂക്കേഷൻ ഇൻഡെക്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് എടുത്തത്: മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും. മനസ്സിലായോ? മാം ഒന്നും കൂടി പറയും. യെസ്, ഒന്നുകൂടെ പറയും. നോളേജ് എന്നുള്ളത് ആണ് രണ്ടാമത്തെ കോമ്പോണന്റ്. നോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എടുക്കുന്നത് എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസത്തിന്റെ ഒരു ലെവലാണ് നമ്മൾ ഇവിടെ നോളേജ് എന്നൊരു കോമ്പോണന്റിലെ നമ്മുടെ HDA മെഷർ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പൊ ആ എഡ്യൂക്കേഷൻ അകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, അതായത് ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഒരു 25 വയസ്സിനും അതിന് മേലെയും ഉള്ള ആൾക്കാർ, 25ആണ് മിനിമം ഏജ്, മേലെയുള്ള ആൾക്കാർക്ക് ആവറേജ് എത്ര വർഷം അവര് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. 25 വയസ്സിനും അതിന് മേലെയും ഉള്ള ആളുകളില് എത്ര വർഷം അവര് വിദ്യാഭ്യാസം ആവറേജ് കിട്ടിയിട്ടുണ്ട്, അതാണ് നമ്മൾ മീൻ ഇയേഴ്സ് എന്ന് പറയുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലാക്കുന്ന ഒരു കുട്ടി, ഒരു 5 വയസ്സിൽ 1-ാം ക്ലാസ്സിലാക്കുന്ന കുട്ടി എത്ര വർഷം സ്കൂളിൽ പോകാൻ സാധ്യതയുണ്ട്, എക്സ്പെക്റ്റഡ്, അതാണ് നമ്മൾ രണ്ടാമത് എടുക്കുന്നത്. മനസ്സിലായോ? ഇതിൽ ഈ രണ്ട് ഇൻഡെക്സിന്റെയും ആവറേജ്, ഈ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂൾ ഇൻഡെക്സിന്റെയും എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂൾ ഇൻഡെക്സിന്റെയും ആവറേജ് ആണ് ഈ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് എന്ന് പറയാം. ഈ രണ്ടെണ്ണത്തിന്റെയും ആവറേജ്. അപ്പൊ അതില് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂൾ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂൾ നമ്മുടെ ഇപ്പൊ ഈ MBS എന്ന് പറയുന്നത് അതത് രാജ്യം. ഇപ്പൊ HDA ഓഫ് ഇന്ത്യ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഇന്ത്യയുടെ ഡേറ്റ ഇടും. HDA ഓഫ് USA ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ US-ന്റെ ഡേറ്റ ഇടും. മനസ്സിലായോ? അതിപ്പോ ഇവിടെ അങ്ങനെ തന്നെയാണ്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യയുടെ ഒരു 70 ആണെങ്കിൽ അതായിരിക്കും ഇന്ത്യയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. US-ന്റെ ഒരു 80 ആണെങ്കിൽ US-ന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 80 ആയിരിക്കും ഇവിടെ വരിക. ഇപ്പൊ ഈ തന്നിരിക്കുന്നതിൽ നമ്മുടെ ആ സമയത്തെ ഡേറ്റയാണ് വരിക. ഇപ്പൊ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഇൻഡെക്സിനകത്ത് നമുക്കൊരു മിനിമം ഇയേഴ്സ് എന്ന് പറയുന്നത് 0യും മാക്സിമം 15 വർഷവുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എക്സ്പെക്ടഡ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ മാക്സിമം 18ഉം മിനിമം 0യും ആണ്. അപ്പൊ മീൻ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഓൾഡർ പോപ്പുലേഷനിലാണ് നോക്കുന്നത്. 25 വയസ്സോ അതിന് മുകളിലേക്കോ കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ആളുകളിൽ എത്ര വർഷം അവര് മിനിമം സ്കൂളിൽ പോയിട്ടുണ്ട്, അതിന്റെ ആവറേജ് ആണ് എടുക്കുന്നത്. ഇനി എക്സ്പെക്ടഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-ാം ക്ലാസ്സിൽ കൊണ്ടുചേരുന്ന ആക്കുന്ന ഒരാള് എത്ര വർഷം സ്കൂളിൽ പോകും, അതാണ് എക്സ്പെക്ടഡ് ഇയേഴ്സിൽ പറയുക. അപ്പോ വൈകി ചേർക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എക്സ്പെക്ടഡ് ഇയേഴ്സ് കുറവായിരിക്കും. ഒരു 10 വയസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം കാരണമൊക്കെ അതിനെ സ്കൂളിലാക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഒരു 10 വയസ്സിലാണ് 1-ാം ക്ലാസ്സിലാക്കിയത്. അപ്പൊ 5-ാം ക്ലാസ്സിലാവുമ്പോൾ തന്നെ അതിന് 15 വയസ്സാവും. അപ്പൊ ചിലപ്പോൾ അതിന് പിന്നെ പോവാൻ അത് വലിയൊരു കുട്ടിയായി. അപ്പൊ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ഇരിക്കാനൊന്നും ചിലപ്പോൾ തോന്നണം എന്നില്ല. സോ ദാറ്റ് പേഴ്സൺ മേ ഡിസ്കണ്ടിന്യൂ ദ എഡ്യൂക്കേഷൻ.
അപ്പൊ അയാളുടെ എക്സ്പെക്ടഡ് സ്കൂളിംഗ് കുറവായിരിക്കും ഇയേഴ്സ്. അപ്പോ അല്ലാതെ സാധാരണ ഒരു 5 വയസ്സിലൊക്കെ ആക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അയാൾ ഒരു 15-18 വയസ്സ് വരെ സ്കൂളിൽ പോകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. സോ ഓൾ ദീസ് വിൽ ഇഫക്ട് ദിസ് എഡ്യൂക്കേഷൻ ഇൻഡെക്സ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ് മാം. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റയൊക്കെ ഭയങ്കര ഹൈ. മീൻ ഇയേഴ്സ് സ്കൂളിംഗ് ഒക്കെ തന്നെ 10+ ഇയേഴ്സ് നമുക്ക് ഇവിടെ മീൻ ഇയേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു 25 വയസ്സിന് അതിന് മേലുള്ള എല്ലാവരും തന്നെ 10 വർഷത്തിൽ കൂടുതൽ സ്കൂളിംഗ് അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ഇയേഴ്സ് നമുക്ക് 14+ ഉണ്ട്. നമ്മുടെ ഇവിടെ 1-ാം ക്ലാസ്സിലാക്കുന്ന ഒരു കുട്ടി എങ്ങനെ പോയാലും +2 ഒക്കെ എന്തായാലും +2 മിനിമം പഠിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ LKG UKG ഉൾപ്പെടെ ഏകദേശം ഒരു 10-14 വർഷം അയാൾ സ്കൂളിലുണ്ട്. അപ്പോ നമ്മുടെ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാല്യൂ ഒക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഇത് തന്നെയല്ല ഇന്ത്യൻ സിനാരിയോ. നമ്മൾ കേരളം വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ ഹോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഒന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ഭയങ്കര കൂടുതലാണ്. അതുപോലെ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലും ഒക്കെ ഈ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മീൻ ഇയേഴ്സ് സ്കൂളിങ്ങും എക്സ്പെക്ടഡ് ഇയേഴ്സിലും ഒക്കെ കുറവുണ്ടാവും. ആൻഡ് ദാറ്റ് വിൽ എഫക്ട് ദി HDI. മനസ്സിലായോ?